ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്ക് അത്യാവശ്യം ട്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 SL കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? കണ്ടിന്യൂസ് 2 SL ഫ്രീ ഗ്രൂപ്പിൽ വന്നപ്പോൾ പിന്നെ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ വേറെ ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. SL തന്നെ അവസാനിപ്പിച്ചത്. 2 SL കണ്ടിന്യൂസ്ലി ഫ്രീ ഗ്രൂപ്പിൽ വന്ന ശേഷം പിന്നെ ട്രേഡ് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിലാണ് ട്രേഡ് കൊടുത്തേക്കുന്നത്. അതിന് നമുക്ക് പിന്നെ വന്ന 2 ട്രേഡും ഫുൾ ടാർഗറ്റാണ് വന്നത്. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഇനി SL ഇരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇനി തിങ്കളാഴ്ച കവറപ്പ് ചെയ്ത് പോകാൻ കേട്ടോ കാര്യങ്ങൾ. ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട്. നമ്മൾ സ്പോട്ട് നോക്കുക. സ്പോട്ട് നിൽക്കുന്നത് ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ്. ഞാൻ തന്ന ഇതൊക്കെയും പേഴ്സണൽ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ലെവൽസ് ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. എന്നാലാണ് ഇതൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ മാത്രമേ ഇതൊക്കെ അവൈലബിൾ ആവുള്ളൂ. രാവിലെ 8 കൊടുക്കുന്ന ലെവൽസാണ് ഇതൊക്കെ. ഇന്ന് കൊടുത്ത ലെവൽ ഇതാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കിക്കോ. സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇതൊക്കെയും ബ്രേക്ക് ചെയ്താലാണ് ഇത്തിരി ഫർദർ മൂവ്മെൻറ്റുകൾ അടിയിലേക്കാണെങ്കിൽ മുകളിലേക്കാണെങ്കിൽ കിട്ടുള്ളൂ. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്ക് ഇത്രേ ഉള്ളൂ. 22,500 PE, 48,600 PE, 22,550 C, 48,700 C. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റുകൾ പറയാം, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസിലേക്ക് പോകാം കേട്ടോ. ഇതാണ് നമുക്ക് ടാർഗറ്റ് എന്ന ആദ്യത്തെ ട്രേഡ്. നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ 2 ട്രേഡ്, അതായത് ഇന്ന് കിട്ടിയ ആദ്യത്തെ 2 ട്രേഡും SL ആണ്. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ട്രേഡാണ് ഇത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രേഡ് നമ്മൾ നോക്കുക. നമുക്ക് കണ്ടീഷൻ നമുക്കറിയാമല്ലോ. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. കറക്റ്റ് ബോഡി ലോസ് ലെവലിൻ്റെ മുകളിലാണ്. അപ്പോൾ എൻട്രി എടുക്കാം. ഈസി ആയിട്ട് എടുക്കാവുന്ന എൻട്രിയാണ്. ഈ എൻട്രി അടിയിലേക്ക് ഇത്തിരി വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ലിമിറ്റിൽ എടുക്കാം. എങ്ങനെ വേണം എടുക്കാം കേട്ടോ. ഇത് ഫുൾ ടാർഗറ്റ് പോയിട്ടുള്ള ട്രേഡാണ്. ഇതിൻ്റെ വേറെ ലെവൽ 155 അവിടെ ട്രേഡ് ലിമിറ്റിലെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ലിമിറ്റിക്കൊന്നും വന്നിട്ടില്ല. പിന്നെ അത് 7 പോയിൻ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ ആരും എടുക്കാൻ പറ്റില്ല, അത് പറയാനും പറ്റില്ല. പിന്നത്തെ ഒരു ലെവൽ 222.90. 222.90 എത്തിയിട്ടില്ല. പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? ഈ ഒരു ടാർഗറ്റാണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ബുക്കിംഗ് തന്നെയാണത്. നന്നായിട്ട് ട്രേഡ് ചെയ്ത് ഇപ്പോൾ SL നിൽക്കുന്നവർക്കൊക്കെയും കവർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു ട്രേഡാണിത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 48,700 Cയിലാണ്. ഇതിലും കണ്ടീഷൻ സെയിം തന്നെയാണ്. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം. ലിമിറ്റിൽ കിട്ടുന്ന ട്രേഡാണ് കേട്ടോ അത്. അതായത് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നത് ഈ റെഡ് ക്യാനിലാണ്. പിന്നെ ഒരു ഗ്രീൻ ക്യാനിൽ ലിമിറ്റിൽ ഒരു വട്ടം വന്നിട്ടുള്ളൂ. അവിടെ നിന്ന് എടുത്താൽ കിട്ടും. ഇനിയിപ്പോൾ ഇത്തിരി ക്യാനിൽ മുകളിൽ പോയിട്ട് ഈ ക്യാൻഡിൽ എടുത്താലും മതി. ഏതാണ് ലോക്ക് തന്നെയാണ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ഇത് 100 പോയിൻ്റ് മൂവ്മെൻറ്റുള്ള ട്രേഡാണ്. പിന്നത്തെ ഒരു ലെവൽ മുകളിൽ എടുക്കുന്നതാണ് 777.75. ഇതിലും ട്രേഡ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം വരികയാണെങ്കിൽ ഇതിലും ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കാണുമല്ലോ ക്യാൻഡിൽസൊക്കെ നിൽക്കുന്നത് അതേ ഒരു പ്ലേസിൽ തന്നെയാണ്. വേറെ മൂവ്മെൻറ്റുകളൊന്നും ക്യാൻഡിൽസിന് വന്നിട്ടില്ല. നമുക്ക് 22,500 Pയിലാണ് ഫസ്റ്റ് SL വന്നത്. ഇത് രാവിലത്തെ SL ആണ്. 48,600 PE നമുക്കൊരു 60 പോയിൻ്റ് മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് ഇവിടെ. അത് ഈസിയാണ്. ഇത് തന്നെയാണ് കൺസെപ്റ്റ്. നിങ്ങൾ ഡേറ്റ് നോക്കുക. 7-ാം തീയതിയാണ്. ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം. ഇത് കറക്റ്റ് മുകളിൽ നടക്കുന്ന ട്രേഡാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തവരുണ്ടെങ്കിൽ അതും പ്രോഫിറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തവരുണ്ടെങ്കിൽ അതും പ്രോഫിറ്റാണ്. അവിടെ നിന്ന് മാത്രം 60 പോയിൻ്റ് മൂവ്മെൻറ്റ് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ലിമിറ്റിലൊക്കെ തട്ടിയിട്ട് എടുക്കൽ റിസ്ക് ആണ് കേട്ടോ. ഇത് മുകളിൽ പോയിട്ട് ലിമിറ്റിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് പോലൊക്കെ റിസ്ക് ആണ്. അത് ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് സെല്ലേഴ്സ് കണ്ടിൽ കണ്ടു. അപ്പോൾ തന്നെ പോയി എടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വിട്ട് കളഞ്ഞ് വെക്കുക. ലിമിറ്റിക്കൊന്നും പിന്നെ കാണാതെ അപ്പോൾ വിട്ട് കളയാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഇന്ന് ട്രേഡിങ് സംഭവിച്ചത്. ഇന്ന് 2 SL വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. അതാണ് പറയാനുള്ളൊരു 2 SL. ഇത് കണ്ടിന്യൂ വന്ന 2 SL ആണ്. ഫ്രീ ഗ്രൂപ്പിൽ ആകെ 2 ട്രേഡേ കൊടുത്തിട്ടുള്ളൂ. 2 ട്രേഡിലും SL കണ്ടിന്യൂ വന്നതുകൊണ്ട് പിന്നെ ഫ്രീ ഗ്രൂപ്പ് അവിടെ നിർത്തി. പിന്നെയും SL എടുത്ത് കൊടുപ്പിക്കുന്നത് കാര്യമില്ലല്ലോ. 3ാമത്തെ നിഫ്റ്റി ട്രേഡിൽ നമുക്ക് ഫുൾ ടാർഗറ്റാണ്. അപ്പോൾ കിട്ടിയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി ട്രേഡാണ് ഫുൾ ടാർഗറ്റാണ്. ഇനിയിപ്പോൾ നിഫ്റ്റി 2 SL വന്ന ടൈമിൽ ഒരു ബാങ്ക് നിഫ്റ്റി ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രീ ഗ്രൂപ്പിൽ കൊടുക്കാത്തൊരു സംഭവമാണ് ബാങ്ക് നിഫ്റ്റി. മനസ്സിലായില്ലേ? അതിൽ 60 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ SL എടുപ്പിച്ച് തന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുത്തും കൂടെ SL ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു വെറുപ്പാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കറക്റ്റായിട്ട് 2 SL വന്നപ്പോൾ തന്നെ അപ്പനെ നിർത്തിയത്. SL വന്നുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ SL വന്നപ്പോൾ പിന്നെ ഞാൻ വേറെ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾ ഏത് സ്ട്രൈക്ക് ചോദിച്ചാലും പറഞ്ഞു തരാം എന്നുള്ള ലെവലിൽ ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രോഫിറ്റിലേക്ക് വരാനൊക്കെ പറ്റും. അത് യൂസ് ചെയ്യണവർക്ക് കേട്ടോ. ചിലരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്യാവശ്യം ആ 3ാമത്തെ ട്രേഡ് ഉണ്ട്, ഫുൾ ടാർഗറ്റ് ആയിട്ട് ട്രേഡ്. ആ ട്രേഡിൽ എൻട്രി എടുത്തവരുണ്ട്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആയി ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇൻ കേസ് SL നിൽക്കുന്നവരുണ്ടെങ്കിൽ അത്ര
അത്രേ ഞാൻ പറയണുള്ളൂ. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് തിങ്കളാഴ്ചയാണ് അടുത്ത ട്രേഡിംഗ് ഡേ. അപ്പോൾ ഇനി ശനി ഞാനും ബ്രേക്കാണ്. നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. തിങ്കളാഴ്ച നല്ല പ്രോഫിറ്റുകൾ എടുക്കാൻ ശ്രമിക്കാം മാക്സിമം. മനസ്സിലായില്ലേ? നമുക്ക് എന്തെങ്കിലും ലോസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ആക്കാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു പ്രോഫിറ്റേക്ക് കൊണ്ടുവരാൻ നമുക്ക് തിങ്കളാഴ്ച നോക്കാം. വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്ക് ആരെങ്കിലും ഫ്രീ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ കയറിയിരിക്കട്ടോ. നമുക്ക് അതിലോരോ ട്രെയിൻസൊക്കെ നോക്കാം. നിങ്ങളുടെ കണ്ടീഷൻസുകൾ അപ്ലൈ ചെയ്യാം. നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ ഒന്ന് ബ്ലെൻഡപ്പ് ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മൾ സ്ട്രൈക്കിലാണ് ചെയ്യണത്. 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യണത്. സ്ട്രൈക്കിലാണ് ചാർട്ട് റീഡിംഗ് ഒക്കെ ചെയ്യണത് കേട്ടോ. നമ്മൾ സ്പോട്ട് നോക്കിയുള്ള ചാർട്ട് റീഡിംഗ് ഒന്നല്ല, സ്ട്രൈക്ക് നോക്കിയിട്ടാണ്. സ്പോട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് നോക്കണത്. ബ്രേക്ക് ഔട്ട് ട്രേഡുകളൊന്നല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബ്രേക്ക് ഔട്ടല്ല, ട്രെൻഡ് ലൈൻ അല്ല, ഏതെങ്കിലും പാറ്റേൺ പിടിച്ചിട്ടുള്ള ട്രേഡിംഗ് ഒന്നല്ല. നമ്മൾ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന പ്രൈസിൻ്റെ മുകളിലേക്ക് വന്നാലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഇരിക്കുന്നവർക്ക് അറിയാം. അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നല്ല പുഷുകളൊക്കെ കിട്ടും. അത് കുറേ കണ്ടിട്ടുള്ള ആൾക്കാരനെ ആയിരിക്കും നിങ്ങൾ. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച നല്ലൊരു ട്രേഡ് കിട്ടട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.